കോക്കോ കളക്ഷൻ സെന്ററിന്റെ പൂട്ട് പൊളിച്ച് അകത്തു കയറി 2.5 ലക്ഷത്തോളം രൂപ വില വരുന്ന കോക്കോ പരിപ്പ് മോഷ്ടിച്ച സംഭവത്തിൽ 2 പേരെ വയനാട് മീനങ്ങാടി പോലീസ് പിടികൂടി. മോഷണ മുതലിന്റെ വിൽപ്പനയ്ക്ക് സഹായിച്ച കോഴിക്കോട് സ്വദേശികളാണ് പിടിയിലായത്. കൊടുവള്ളി വാവാട് കതിരോട്ടിൽ വീട്ടിൽ മുഹമ്മദ് ഹാഷിം, ഓമശ്ശേരി രാരോത്ത് പാലോത്ത് വീട്ടിൽ മുഹമ്മദ് ഫജാസ് എന്നിവരെയാണ് SI BV അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് ഇവർ വലയിലായത്. കടയുടമയായ മീനങ്ങാട് സ്വദേശിയായ ജോൺസൺ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ജൂൺ 23 പുലർച്ചെ മീനങ്ങാടി ടൗണിലെ കാഡ്ബറി കോക്കോ കളക്ഷൻ സെന്ററിൽ നിന്നാണ് കോക്കോ പരിപ്പ് മോഷ്ടിച്ചത്. 6 ചാക്കുകളായി സൂക്ഷിച്ച 2,22,000 രൂപ വിലയുള്ള 370 കിലോഗ്രാം പരിപ്പാണ് മോഷ്ടാക്കൾ കവർന്നത്. കോക്കോ കളക്ഷൻ സെന്ററിന്റെ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന മുജൂഭായും സഹായികളുമാണ് മോഷണം നടത്തിയതെന്ന് പോലീസിന് വിശദമായ അന്വേഷണത്തിൽ കണ്ടെത്തി. മോഷണശേഷം 1 ചാക്ക് ഹാഷിമിന്റെയും ഇജാസിന്റെയും സഹായത്തോടെ താമരശ്ശേരിയിലെത്തിച്ച് വിൽപ്പന നടത്തി. മറ്റ് 5 ചാക്കുകൾ മലഞ്ചരക്ക് വ്യാപാരികൾക്ക് വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. 5 ചാക്കുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഒളിവിൽ പോയ പ്രതികളെ പിടികൂടാനുള്ള ഊർജിത ശ്രമത്തിലാണ് പോലീസ്. 24 വയനാട്.